ഹായ് ഡിയേഴ്സ്, 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് ഡേ 4 പ്രാക്ടീസാണ്. എല്ലാവരും ഡേ 1ഉം ഡേ 2ഉം ഡേ 3ഉം പ്രാക്ടീസൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡേ 1 പ്രാക്ടീസും ഡേ 2 പ്രാക്ടീസും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം, അത് മറക്കാതിരിക്കുക. നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതാത് ദിവസത്തെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് സംഭവിക്കണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. താങ്ക് യു പറയുന്നതിലൂടെ വളരെയധികം സമൃദ്ധിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എത്രത്തോളം നമുക്കുള്ളതിന് നന്ദി പറയുന്നുവോ, അതായത് നമുക്കുള്ളതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നുവോ, അത്രത്തോളം നമുക്ക് സമൃദ്ധിയും വന്നു ചേരും എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, അതായത് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് താങ്ക് യു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ഈ ഒരു പ്രാക്ടീസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡേ 4 പ്രാക്ടീസിലേക്ക് ഇനി പോകാം. ഡേ 4 പ്രാക്ടീസിൽ മാജിക്കൽ ഹെൽത്താണ്. നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരവും. നമ്മുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും ഒക്കെ ചെയ്യും അല്ലേ. എന്നാൽ നമ്മുടെ ശരീരത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം കൂട്ടണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള ആരോഗ്യത്തിന് നിങ്ങൾ നന്ദി പറയണം. നമുക്ക് ഇപ്പോഴുള്ള ആരോഗ്യത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടുതൽ വർദ്ധിക്കുമെന്നുള്ളതാണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുമ്പോൾ അസുഖങ്ങൾ ഹീലാവും. വലിയ അസുഖങ്ങൾ നന്ദി പറയുന്നതിലൂടെ ഹീലായിട്ടുണ്ട്. ചില ആളുകൾ എപ്പോഴും അസുഖമാണ്, എനിക്ക് വയ്യ എന്നൊക്കെ പറയുകയും നെഗറ്റീവ് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമുക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരുമെന്നുള്ളതാണ്. ഇനി നമ്മുടെ ശരീരത്തിന് സ്വയം ഹീല് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വിരലിൽ നമ്മൾ കറിക്കൊക്കെ അരിയുമ്പോൾ ഒന്ന് കത്തി തട്ടിയാൽ, ഒന്ന് മുറിഞ്ഞാൽ അതിൽ മരുന്ന് വെച്ചില്ലെങ്കിലും അത് ഉണങ്ങും അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് സ്വയം ഹീല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരം ഹീല് ചെയ്യാനുള്ള ഒരു മെഡിസിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് എത്രമാത്രം നന്ദി പറയുന്നുവോ അത്രമാത്രം ആരോഗ്യവും നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാ ദിവസവും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡേ 4 പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നിങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചു വയ്ക്കുക. ശേഷം നിങ്ങളുടെ കാൽപാദം മുതൽ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. ഇനി എനിക്ക് കാലുള്ളത് കൊണ്ട് നടക്കാൻ സാധിക്കുന്നതിന് നന്ദി എന്ന് പറയാം. എനിക്ക് കണ്ണുള്ളത് കൊണ്ട് ഈ ലോകത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നന്ദി പറയുക. ഇനി നിങ്ങൾ ഒരു കാർഡ് എടുക്കുക, അതിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും 2 ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലിങ്ങനെ എഴുതുക, ദൈവം എനിക്ക് വരദാനമായി തന്നിട്ടുള്ള ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയും എന്നെഴുതുക. എന്നിട്ട് ആ പേപ്പർ നിങ്ങൾ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾ യാത്രയ്ക്ക് പോവുകയാണ് ഈ ഒരു ദിവസം, അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോവുകയാണ് എങ്കിൽ ഈ കാർഡ് കൂടി നിങ്ങൾ ബാഗിൽ ഇട്ടുകൊണ്ട് പോവുക. അതിനുശേഷം ഒരു ദിവസം 4 നേരം എടുത്ത് വായിച്ചിട്ട് നമ്മുടെ ഓരോ അവയവത്തിനെ ഓർത്തിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നന്ദി എന്ന് പറയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇനി മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നന്ദി പറയുക. അപ്പോൾ ഇനി ഡേ 5 പ്രാക്ടീസുമായിട്ട് വരാം.